ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. കുറച്ച് അഗത്തി വിശേഷങ്ങൾ ഇതാ. സീ പ്ലെയിനിൽ നിന്ന് ആളുകൾ കയറാനും ഇറങ്ങാനുമുള്ള സംവിധാനം, പിന്നെ സീ വീഡ്സ്, അങ്ങനെ ഇവിടെ വലിയ വലിയ ജീവികളൊന്നുമില്ല, പശുവും എരുമയും ഒന്നുമില്ല, പക്ഷേ ആടും കോഴിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ആരാധനാലയം മോസ്കാണ്, അമ്പലമോ ക്രിസ്ത്യൻ പള്ളിയോ ഒന്നുമല്ല. കവരത്തിയിലൊരു അമ്പലമുണ്ട്, അതിൽ പോകാനൊന്നും ആളില്ല, പക്ഷെ അവിടെയുണ്ട്. ഇത് സീ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നതാണ്. ആളുകൾക്ക് പ്ലെയിനിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യാനുള്ള സംവിധാനമാണിത്. വെള്ളത്തിലൊരുക്കിയിരിക്കുന്നതാണ്. സീ ഷോറിൽ നിന്നും സീയിലേക്ക് കുറേ ദൂരത്തേക്ക് പണിതിരിക്കുന്ന ഒരു കടൽപ്പാലമാണിത്. അതിൻ്റെ സൈഡിലാണ് പ്ലെയിൻ വന്ന് താഴുന്നതും ആൾക്കാർ ഇറങ്ങുന്നതും പിന്നെ കയറുന്നതും എല്ലാം. കടൽപ്പാലത്തിൻ്റെ സൈഡിൽ കടലിലാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. സീ പ്ലെയിനിൽ നിന്ന് ആളുകൾ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സ്വാഭാവികമായും നമുക്ക് സംശയം തോന്നുമല്ലോ. ആ സംശയം തീർക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആളുകൾ ഇവിടെ ഇറങ്ങും, എന്നിട്ട് ആ കയറിപ്പോകുന്ന സ്ലോപ്പ് വഴി, റാമ്പ് വഴി കടൽപ്പാലത്തിലേക്ക് വരും. ഇത് കടൽപ്പാലത്തിൻ്റെ എൻഡാണ്. ഇതൊരു പരീക്ഷണ പറക്കൽ നടത്തിയെന്നേ ഉള്ളൂ കേട്ടോ. അത് തുടർച്ചയായി ഫ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പം നല്ല കാറ്റുള്ള സമയമാണ്. കാറ്റിൻ്റെ ഒച്ചയാണ് ഈ കേൾക്കുന്നത്. ഇവിടെ എല്ലാവരും തന്നെ വളരെ സൗഹാർദ്ദപരമായി ജീവിക്കുന്ന മുസ്ലിങ്ങളാണ്. അപ്പുറത്ത് നീലിച്ച് കാണുന്ന കടലാണേ. സാമാന്യം നല്ല വീടുകളൊക്കെയാണുള്ളത്. ഇവിടെ വമ്പൻ കെട്ടിടങ്ങളുടെ ആവശ്യമില്ലല്ലോ, ഇതൊരു ഐലൻഡ് അല്ലേ. കൊച്ചു കൊച്ചു കെട്ടിടങ്ങളാണ് ഉള്ളത്. പിന്നെ വിറക് സൂക്ഷിക്കാനുള്ള വിറക് വരെയും, അതുപോലെ കാറോ വാഹനങ്ങളോ ഒക്കെ ഇടാനുള്ള ഷെഡുകളും ഒക്കെയാണ് ഉള്ളത്. അകത്ത് ചെറിയൊരു ഐലൻഡാണല്ലോ. ഇവിടുത്തെ കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ദീപുണ്ട എന്ന് പറയുന്ന ശർക്കര ചേർത്ത ഒരു പലഹാരമാണ്. ദീപുണ്ട ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ്. പിന്നെ ഇവിടുത്തെ ശർക്കര അതിശുദ്ധമായതുകൊണ്ട് അതിന് നല്ല വിലയാണ്. ഒരു ദീപുണ്ടയ്ക്ക് 25 രൂപയാണ്. പക്ഷെ നല്ലതാണ്. തേങ്ങയും ശർക്കരയും ചേർത്തുണ്ടാക്കുന്നതാണ്. നമ്മുടെ തൊപ്പിപ്പാള പോലെ ഇരിക്കുന്നു. പിന്നെ മുല്ലപ്പൂ കോർത്ത പോലെ ഈ കാണുന്ന സീ വീഡ് ഇതെന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അതിൻ്റെ യങ്ങറേറിയ പച്ചച്ചിരിക്കും, ബാക്കിയുള്ളത് കാൽക്കേരിയസ് സബ്സ്റ്റൻസ് കൊണ്ട് മൂടിയിരിക്കും. അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതിനു വേണ്ടിയും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ആദ്യകാലങ്ങളിൽ, അതായത് സ്കൂളില്ലാഞ്ഞ കാലത്ത് ഈ സീവീഡ് കൊണ്ടുപോയി ഉണക്കി പൊടിച്ചിട്ട് ഒരു പ്രതലത്തിൽ തൂത്തിട്ട് അതേലായിരുന്നു അക്ഷരങ്ങൾ എഴുതി പഠിപ്പിച്ചിരുന്നതെന്ന് അവിടുത്തെ ഓൾഡർ ലേഡീസ് പറഞ്ഞു. ഇത് അഗത്തി എയർപോർട്ടാണ്. അവിടെ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് ഫ്ലൈ ചെയ്യുവാണ്. അഗത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോഴുള്ള ആകാശ ദൃശ്യങ്ങളാണിതൊക്കെ. ഈ ദ്വീപ് ആകാശത്തൊന്ന് നോക്കുമ്പം ഏതാണ്ട് ഒരു എഗ്ഗിൻ്റെ ഷേപ്പിൽ, ഏതാണ്ട് എലിപ്റ്റിക്കലായിട്ട് വെള്ളത്തിലിങ്ങനെ തിരമാലകൾ കൊണ്ട് പൊതിഞ്ഞ് കിടക്കുന്നത് കാണാം. നല്ല രസമാണത്. തിരമാലകളാണെന്നൊന്നും നമുക്ക് തോന്നൂല. ഒരു വെളുത്ത ബാക്ക്ഗ്രൗണ്ടിൽ ഒരു എഗ്ഗ് അതുപോലെ തോന്നുള്ളൂ. അവിടെ ചെന്ന് ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു ഷട്ടിൽ ബാറ്റ് പോലെയാണെന്ന് തോന്നും. എയർപോർട്ടിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഷട്ടിൽ ബാറ്റ് പോലെയാണ്. അതിൻ്റെ വാലാണ് എയർപോർട്ട്. പിന്നെ ഇവിടുത്തെ ആളുകളുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കൊച്ചി, കോട്ടയം ഒക്കെ തന്നെയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ വന്നിട്ടുള്ളവരവിടെ ഉണ്ട്. ഹാർട്ട് പേഷ്യൻസോ അല്ലെങ്കിൽ അതുപോലെ വലിയ വലിയ അസുഖങ്ങൾ വരുമ്പോൾ കൊണ്ടുപോകാനായിട്ട് അവിടെ 2 ഹെലികോപ്റ്റർ എപ്പോഴും സജ്ജമാണ്. അതല്ലെങ്കിൽ അവർ ഷിപ്പിൽ വരും. ഇവിടെ പക്ഷേ ഹെൽത്ത് സെൻ്റർ ഉണ്ട്. കൂടാതെ സാധനങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ, അരിയോ പെട്രോളോ അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഉരു അല്ലെങ്കിൽ വെസലിലാണ് കൊണ്ടുപോകുന്നത്. താങ്ക് യു ആൻഡ് പ്ലീസ് കമൻറ്റ് ഓൺ.